എന്തൊക്കെയാ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഉമന്നിയന്നഹും, മരണമുണ്ട്, അവസാനമുണ്ട് എന്നൊരു തോന്നലേ ഈ മക്കളുടെ മനസ്സിലേക്ക് വരാത്ത വിധം പിശാചവർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്ന്, അനന്തമായ ആഗ്രഹങ്ങൾ, അൺലിമിറ്റഡ് ഹോപ്സ് മനുഷ്യന് ഞാൻ കൊടുക്കും. ഇത് പിശാച് പറഞ്ഞതാ. ആലോചിച്ചു നോക്കുക, അതിനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് നില കിട്ടുന്നില്ല എന്ന് പറയാം. എവിടെയാ നിൽക്കേണ്ടത്? എൻ്റെ ഒരു ലിമിറ്റ് എന്താണ്? ജീവിതം ഇറ്റേണലാണ്, അല്ലെങ്കിൽ ഫൈനൈറ്റാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്, അനന്തമായി നീളുന്നതാണ്. എനിക്ക് മരണമൊന്നും, ഞാൻ ഇപ്പോഴത്തൊന്നും മരിക്കൂല, എനിക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്ക് ചെയ്യാവുന്നതിന് ആരും തടസ്സം നിൽക്കരുത്, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്യണം. ആഗ്രഹങ്ങൾ മതമായി മാറുന്ന സമയം നോക്കണം. പടച്ചവൻ്റെ നിയമമോ ശരീഅത്തോ അല്ല, എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് പ്രേമിക്കുന്നവൻ അങ്ങനെ, കള്ളുകുടിക്കുന്നവൻ അങ്ങനെ, ഡ്രഗ് അടിക്കുന്നവൻ അങ്ങനെ, കറങ്ങി നടക്കുന്നവൻ അങ്ങനെ, പഠിക്കാതെ നടക്കുന്നവൻ അങ്ങനെ. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അത് ആൺകുട്ടിയും പെൺകുട്ടിയും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മതം എന്ന് പറയുന്ന വിധം. അതാണ് ഉമന്നിയന്നഹും. അനന്തമായ ആഗ്രഹങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളായി ജീവിക്കേണ്ട ഈ മനുഷ്യരെ അനന്തമായ അലക്ഷ്യമായ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹൊറർ ഫിലിമൊന്നും കണ്ട പേടി വരാണ്ടാവും. അത് പോരാ. ചില ഒന്ന് രണ്ട് റിലീസുകളൊക്കെ നടന്നപ്പോഴേ വലിയ വലിയ ഹൊറർ ഫിലിമുകളൊക്കെ ചെയ്ത ആളുകൾ 1-ാം എഡിഷനും 2-ാം എഡിഷനും 3-ാം എഡിഷനൊക്കെ കൊടുത്തപ്പോഴേ അതിലൊന്നും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ലിമിറ്റ് എന്ന് പറയുന്ന സാധനത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. ഇത്രയൊന്നും പോരാ, ഇതൊന്നും മതിയായില്ല. ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ ആ മക്കൾക്ക് തന്നെ അവരോട് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് ഒരു ലിമിറ്റ് വെക്കാൻ കഴിയാത്ത വിധം മക്കൾ കുഴങ്ങാണ്. പോലെ ഉമന്നിയന്നഹും. ഈ കാലഘട്ടത്തിൻ്റെ വിഷയം അതാണ്. അനന്തമായ ആഗ്രഹങ്ങൾ, അനന്തമായ ആഗ്രഹങ്ങൾ. കൊച്ചുകുട്ടിയോടൊരു വാഹനം മേടിക്കല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടി ഏറ്റവും മാർക്കറ്റിൽ വിലപിടിപ്പുള്ള വാഹനം കൊണ്ടുവന്നിട്ട് വാപ്പയോട് പറയും, വാപ്പ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കാറ് വാങ്ങിച്ചോ. വീടും പറമ്പും മഹല്ല് മൊത്തം വിറ്റാലും കിട്ടാത്ത വാഹനങ്ങളാണ് ഈ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് ഇതാ വരുന്നത് അനന്തമായത്. വലആമുറന്നഹും, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, ഞാൻ അവരോട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. ഫലയുബത്തികുന്ന ആദാനൽ അൻആം, മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ബലിദാനം നടത്തിയിരുന്നു. പരിശുദ്ധ കഅബാലയത്തിലേക്ക് ബലിദാനം കൊണ്ടുവന്നിരുന്ന മൃഗങ്ങളുണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്തു തന്നെ. ആ മൃഗങ്ങളുടെ ചെവികൾ മുറിച്ച്, അല്ലെങ്കിൽ ചെവികളിൽ അടയാളപ്പെടുത്തി, മൃഗങ്ങളുടെ രൂപത്തിൽ അല്ലാഹു പടച്ച അവയുടെ ആ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങും അവർ. അൻആം എന്നത് വലിയ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അൻആം അന്ന് ജനങ്ങൾ വാഹനമായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൂടിയാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന, മനുഷ്യൻ്റെ മൊബിലിറ്റി, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിലൊക്കെ ചില സ്റ്റിക്കറുകൾ വന്നു തുടങ്ങും. ആ വാഹനങ്ങൾക്ക് ചില ഡിസൈനുകൾ വരും. ആ വാഹനങ്ങളുടെ പിറകിൽ ചില വേർഡുകൾ, ചില പരാമർശങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ആ വാഹനങ്ങളുടെ രൂപങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങളോ ചില പൈശാചികതയിലേക്ക് തോന്നിപ്പിക്കുന്ന ചിന്തകൾ. അങ്ങനെയൊക്കെ ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതല്ല, അതിനപ്പുറം ഇനി പറയുകയാണ്, വലആമുറന്നഹും, വീണ്ടും പറഞ്ഞു. പിശാച് പറയാൻ, ഞാൻ മനുഷ്യനോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും.
ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, പടച്ചവന്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റിത്തുടങ്ങും. അതാണ് പിശാച് ചെയ്യുന്ന ഏറ്റവും സീരിയസ്, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിശാചിന്റെ വൃത്തി. മനുഷ്യ ശരീരത്തിൽ പടച്ചതമ്പുരാൻ വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ പെർമനന്റുകളായിട്ടോ സെമി പെർമനന്റുകളായിട്ടോ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ആണിന് ഒരു പെണ്ണായി മാറാനുള്ള സർജറികൾ ഇന്ന് ലഭ്യമാണ് മാർക്കറ്റിൽ. അള്ളാഹുവിൻ്റെ ഖൽഖിനെ മാറ്റി, പിശാചിൻ്റെ പച്ചയായ പണിയാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും. സ്ത്രീയായി ഒരു സ്ത്രീലിംഗമുള്ള ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു മനുഷ്യൻ ആണും പെണ്ണുമാകുന്നത് അവരുടെ വിസർജ്യ സ്ഥാനത്തെ നോക്കിയിട്ടാണ്. അൽഹഖിൽ മാല ബിൽ മബാൽ എന്ന് പറയും. മനുഷ്യൻ മൂത്രൊഴിക്കുന്നത് ആ അവയവത്തിനനുസരിച്ചാണ് ജെൻഡർ നിർണ്ണയിക്കപ്പെടുക എന്നാണ് ശരീഅത്തിന്റെ വീക്ഷണം. പ്രത്യക്ഷത്തിൽ കാണാൻ എന്തായിക്കോട്ടെ, അതൊരു പരീക്ഷണമാണ്. അസുഖങ്ങൾ ഉണ്ടാകുന്നില്ലേ, ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നില്ലേ മനുഷ്യന്? അതുപോലെ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ട ഒരു പരീക്ഷണമാണത്. മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, മുഖത്ത് എന്തൊക്കെ സർജറികൾ വേണ്ടി വരുന്നുണ്ട് ചില ആളുകൾക്ക്. ഡിഫക്റ്റുകൾ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ല, അത് ആഘോഷിക്കാനുള്ളതല്ല. അത് മനുഷ്യൻ ഹൈഡ് ചെയ്ത് അവനവൻ്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. പക്ഷെ അത് മാറിയിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റി തുടങ്ങും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. ടാറ്റു ചെയ്യുന്നത്, പച്ചകുത്തുക എന്ന് പറയില്ലേ, സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെ കുറിച്ചോ മൈലാഞ്ചിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. പെർമനൻ്റായിട്ട് മനുഷ്യൻ്റെ ചോരയിലൂടെ മരുന്ന് കയറ്റിയിട്ട് മനുഷ്യൻ്റെ സ്കിന്നുകളിൽ വ്യത്യസ്തങ്ങളായ ഷേപ്പുകൾ, രൂപങ്ങൾ, എഴുത്തുകൾ, പച്ച കുത്തുന്ന പരിപാടി, ടാറ്റു ചെയ്യാന്ന് പറയില്ലേ, അത് ഹറാമാക്കിയൊരു കാര്യം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുകയാണ് എന്നതിന് പറയാം. അപ്പോൾ കഴുത്തിലും കയ്യിലും കാലിലും സൈഡിലും നെറ്റിയിലും മുഖത്തും മനുഷ്യന് കാണാൻ പാടില്ലാത്തിടത്തും ഒക്കെ ടാറ്റൂകൾ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പടച്ചവൻ തന്ന സ്കിൻ കളർ ഞാൻ മാറ്റിയിരിക്കുന്നു, കണ്ടോളൂ. എൻ്റെ ടാറ്റുവിന് ഇത്ര ലക്ഷം വിലയുണ്ട്, കണ്ടോളൂ. ഇങ്ങനെ ടാറ്റു പോലെയുള്ള പെർമനൻറ്റ് ചേഞ്ചുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഈ ട്രെൻഡുകൾ പിശാചിൻ്റെ വൃത്തികളിലെ ഏറ്റവും വൃത്തിഹീനമായ പ്രവൃത്തികളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَنْ يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فقد خسر خسرانا മുബീനാ. മനുഷ്യനിൽ പെർമനന്റ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, പെണ്ണുങ്ങളൊക്കെ ഐബ്രോസ് ഒക്കെ പെർമനന്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ട ഒറിജിനലാന്ന് വിചാരിക്കും, ഇവിടെ സംഗതി പെയിന്റ് അടിച്ചതാണ്. പക്ഷെ അത് കാലങ്ങളോളം നിലനിൽക്കും. അപ്പം മരണം വരെ നിലനിന്ന് വരും. എന്ത് നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുന്നുവോ, പെർമനൻ്റായിട്ടുള്ള മാറ്റം നമ്മുടെ സ്കിന്നിൽ വരുത്തുന്നുണ്ടോ, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ രൂപത്തിൽ, ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും മൂർത്തീഭാവമാണ്.
നമ്മളതിനൊക്കെ എത്ര ലാഘവത്തിലാണ് കാണുന്നത്. ലൈക്ക് അടിച്ചു കൊടുക്കുകയാണ്. എല്ലാ കോമാളിത്തരത്തിലും നമ്മൾ സപ്പോർട്ടാണ്. നമ്മുടെ മഫ്തട്ട കുട്ടികളും മഫ്തടാത്ത കുട്ടികളും ഒക്കെ സപ്പോർട്ട്. ദീനിൻ്റെ ഒരു പ്രമാണവും ദീനിൻ്റെ ഒരു വീക്ഷണവും എന്താണെന്ന് പോലും നമുക്കവിടെ ചിന്തിക്കാൻ കിട്ടുന്നില്ലല്ലേ. പിശാച് പറയുന്നു, നോക്കണേ, അള്ളാഹുവിൻ്റെ താക്കീതാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. യഇദുഹും, പിശാചവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. വയുമന്നീഹിം, അനന്തമായ ആഗ്രഹങ്ങൾ മനുഷ്യന് കൊടുക്കും. ആണിനും പെണ്ണിനും അനന്തമായ ആഗ്രഹങ്ങൾ. ശരീരത്തിന് ഒരിക്കലും ആസ്വദിച്ച് തീർക്കാൻ പറ്റാത്ത ആസ്വാദ്യങ്ങളുടെ ലോകം തുറന്നു വെച്ചു കൊടുക്കും. ആസ്വാദനം തന്നെ, അത് സെക്ഷലാണെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണെങ്കിലും ആസ്വാദനങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ക്രൈവിങ്, എന്തെന്നില്ലാത്തൊരു ആർത്തി മനുഷ്യനിൽ പിശാചിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയാൻ. നമ്മുടെ മക്കളൊക്കെ ആ ഒരു ലെവലിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മോഹവാഗ്ദാനങ്ങളാണ് പിശാചവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വേള കണ്ണുകൾ അടഞ്ഞ് ശ്വാസം നിലച്ച് 3 തുണിയിൽ പൊതിയപ്പെട്ട് ഖബറിലേക്ക് പോകേണ്ടവനാണ് മനുഷ്യനെന്ന് ചിന്തിക്കുക പോലും സാധ്യമല്ലാതെ മനുഷ്യനെ അങ്ങ് മയക്കി കിടത്തിയിരിക്കുകയാണ് ആഗ്രഹങ്ങളുടെ അൺലിമിറ്റഡ് ലോകത്തേക്ക്. ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസാ. നരകത്തിൽ കത്തിയമരുന്ന ഒരു ലോകം അവരെ കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരിടത്തേക്ക് താമസിക്കാൻ പോലും പറ്റാത്ത വിധം അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്കവരെ വിധേയരാകും. എന്തുകൊണ്ടെന്നറിയുമോ? ഈ ലോകം വെറും ആസ്വാദനത്തിൻ്റെ ലോകമാണെന്ന് അവരെ ചാപ്പയടിച്ചതിൻ്റെ പേരിൽ. ഇപ്പുറത്ത് വേറൊരു വിഭാഗമുണ്ട്. അവർ റമദാൻ കാത്തിരിക്കുന്നവരാണ്, അവർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ്, അവർ ബറാഅത്തിന്റെ രാവിനെ കാത്തിരിക്കുന്നവരാണ്, ബദരീങ്ങളുടെ ആണ്ടിനെ കാത്തിരിക്കുന്നവരാണവർ. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലസനുദ്ഖിലുഹും ജന്നാത്ത്. എന്നാൽ അല്ലാഹുവിൽ വിശ്വാസമുണ്ടാവുകയും ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ നേരായ മാർഗത്തിലൂടെ അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളുമെല്ലാം വളരെ കൃത്യമായി അള്ളാഹു നിർദ്ദേശിച്ച പോലെ ജീവിക്കുന്ന അച്ചടക്കമുള്ള ജീവിതമുള്ളവർ, ഡിസിപ്ലിനുള്ളവർ. ഒരു മുസ്ലിം അച്ചടക്കമുള്ള ആളാണ്. അല്ലാത്തവർക്ക് എന്ത് ഡിസിപ്ലിൻ? ആരോട് ചോദിക്കാൻ? സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന സ്വർഗീയ അരുവികളുള്ള സ്വർഗത്തിൻ്റെ ആരാമങ്ങളിൽ മരണമില്ലാതെ ജീവിക്കാൻ സൗഭാഗ്യം ഞാൻ ഈ സത്യവിശ്വാസികൾക്ക് നൽകാൻ പോകുന്നു. വഅദല്ലാഹി ഹഖ്ഖാ. ഇത് പിശാച് മനുഷ്യനെ പറ്റിക്കുന്ന പോലെയല്ല, സത്യസന്ധമായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ. പറഞ്ഞത് സത്യമായി പുലർത്തുന്നത് അല്ലാഹുവല്ലാതെ ആരാണ്? മനുഷ്യന്റെ ചിന്തകളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. മനുഷ്യന്റെ ചിന്തകളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ഒരു കർമ്മവും ചെയ്യാതെ ഞാനൊരു ഭക്തനാണ്, ഒരു ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നതിലൂടെ മാത്രം സ്വർഗം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ലോകത്തുണ്ട്. അതുകൊണ്ട് അല്ലാഹു അതുകൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞു സൂറത്തുൻ നിസായിലെ ഈ ഭാഗത്ത്, ലൈസ ബിഅമാനീകും വലാ അമാനി അഹ്ലിൽ കിതാബ്. വെറുതെ മോഹിച്ചാൽ കിട്ടുന്നതല്ല സ്വർഗലോകം,
അത് നിങ്ങളോ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളോ ആഗ്രഹിച്ചതുകൊണ്ട് കൊതിച്ചതുകൊണ്ട് സ്വർഗം ലഭിക്കില്ല. പരമകാരുണ്യകന്റെ സ്വർഗലോകം ലഭിക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആരാണോ തിന്മകൾ ചെയ്യുന്നത് ആ തിന്മകൾക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, അവർക്ക് പിന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല. ഇപ്പുറത്തോ വമൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ, ഏതെങ്കിലും ഒരു ആണോ ഒരു പെണ്ണോ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, അവർ നിസ്കരിക്കുകയോ ഖുർആൻ പാരായണം ചൊല്ലുകയോ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ സ്വലാത്ത് ചൊല്ലുകയോ ഇസ്ലാമികമായ വേഷവിധാനത്തിലും അച്ചടക്കത്തിലും ജീവിക്കുകയോ ചെയ്യുമ്പോൾ വഹുവ മുഅ്മിനുൻ, അല്ലാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ സച്ചരിതനായി ജീവിക്കുകയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ, അവർക്ക് സ്വർഗം സുനിശ്ചിതമാണ്. ഇത് നൈമിഷികമായ ഒരു ലോകമാണ്. ഇവിടെ എല്ലാം വിചാരിച്ചതുപോലെ നടക്കില്ല. എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു കൊച്ചു ജീവിതം. എന്നാൽ അനശ്വരമായ ഇൻഫിനിറ്റായ അന്ത്യമില്ലാത്തൊരു ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് അല്ലാഹു. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അതുകൊണ്ട് മനുഷ്യന്റെ സമർപ്പണം പടച്ചവന് വേണ്ടിയാവണം, പിശാചിനല്ല. നമ്മുടെ ശരീരങ്ങളെ സർജറി ചെയ്തുകൊണ്ട് മനുഷ്യന്റെ കോലം മാറ്റാൻ അല്ലാഹു അനുമതി നൽകിയിട്ടില്ല. അത്യാവശ്യങ്ങൾക്കല്ലാതെ മനുഷ്യന്റെ വർധനവ് ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ അനാവശ്യമായി ചേഞ്ചുകൾ വരുത്താനുള്ള അവകാശം പോലും ശർഇന് നിയന്ത്രണമുണ്ടവിടെ. ചികിത്സയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചികിത്സയെക്കുറിച്ചല്ല. ആണ് പെണ്ണാവാനും പെണ്ണ് ആണാവാനും തുനിയുന്ന അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. പുരുഷന്മാർ കാതുകുത്തുകയും മൂക്കുകുത്തുകയും ചെയ്യുന്ന കാലം. പുരുഷന്മാർ പെണ്ണിനെ പോലെ ആഭരണമണിയുന്ന കാലം. പെണ്ണിനെ പോലെ വേഷവിധാനം. ആണ് പെണ്ണാവുകയും പെണ്ണ് ആണാവുകയും ചെയ്യുന്നത്. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. മോഹന വാഗ്ദാനങ്ങൾ. എന്താ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈക്കടികൾ, അവരുടെ ഫോർവേഡുകൾ, അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ അപ്രീസിയേഷൻ, ഇതിലങ്ങ് മനുഷ്യനങ്ങ് പൊങ്ങുകയാണ്. എത്രായിരം ആളുകളാണ് എനിക്ക് ലൈക്കടിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന തിന്മകളാണെന്ന് പോലും കാണാൻ കണ്ണു തുറക്കാൻ കഴിയാതെ ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ മാറ്റിമറിക്കുകയാണോ? ഇത് പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം ഇതിപ്പോൾ കുറച്ചാളുകൾ ആ പണിയൊക്കെ തുടങ്ങി. ഇനി ട്രെൻഡ് കൂടിക്കൂടി വരും. ടാറ്റു, പച്ചകുത്തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനുള്ള ക്ലിനിക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശമൊക്കെ വന്നു തുടങ്ങി. ഇനി കുറച്ച് കൂടും. ഈ ബാർബർ ഷോപ്പ് കാണുന്ന പോലെ ഈ ബ്യൂട്ടി സലൂണുകൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പഴഞ്ചനടക്കമുള്ള സ്ഥലങ്ങളിൽ, ഓണംകേറ മൂലകളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വരെ എത്തിത്തുടങ്ങും എന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. അങ്ങോട്ടെത്തും. നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് പറയും ഞാൻ ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കാണുക, അതുവരെ ചിലപ്പോൾ കാണാതെ വരും. നമ്മളോട് മറച്ചു പിടിച്ചെന്ന് വരും. കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാണ് കാണുക, ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ, പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിപ്പ് പോരാ, ഞാൻ ഇങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, എൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, പടച്ചവനെന്താ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പടച്ചവനോട് നന്ദികേട് ചെയ്യുന്ന സ്വഭാവമാണിത്. ഈ നന്ദികേട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പിശാചിന് അവൻ്റെ ദീനിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആശയങ്ങളെ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കണം.
പൈശാചികമായ ചിന്തകളിലേക്ക് നമ്മൾ പോകാതെ, നമ്മുടെ മക്കൾ പോകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ ഒരു കൈയിൽ സ്വർണവും മറ്റൊരു കൈയിൽ പട്ടും കൈകളിൽ കൊണ്ടുവന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി ഹില്ലുൽ ലിഇനാഥിഹിം. സ്വർണത്തിൻ്റെ ഒരു ആഭരണവും അതുപോലെ പട്ടിൻ്റെ ഒരു കഷ്ണവും ഹബീബിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദൈൻ, ഈ സ്വർണവും അതുപോലെ ഈ പട്ടുടയാടയും ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിലെ ആണുങ്ങൾക്ക് ഹറാമാണ്. ഹില്ലുൽ ലിഇനാഥിഹിം, എൻ്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതുമാണ്. ഇത് നിങ്ങൾ ചെയ്യരുതേ. കാതുകുത്തുന്നതും ഊക്കുകുത്തുന്നതും കൈകളിൽ വളകളണിയുന്നതും കാലിൽ പാദസരമണിയുന്നതും ആണുങ്ങൾ ചെയ്യുന്നത് സുലഭമായി കൊണ്ടിരിക്കുന്ന കാലം. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം കാണാൻ പറ്റും. നമ്മളൊരുപാട് നാഷണാലിറ്റികളെ പലയിടത്തും വെച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ എല്ലാ ആഴ്ചയും യാത്ര ചെയ്യുന്ന, എല്ലാ ആഴ്ചയും 2, 3, 4 ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആളാണ്. എയർപോർട്ടുകളിൽ നിന്ന് കാണുന്നുണ്ട് ഏതൊക്കെ രാജ്യക്കാർ, ഏതൊക്കെ പ്രദേശത്തുകാർ, ഏതൊക്കെ കൾച്ചറുള്ളവർ, അറബി സംസാരിക്കുന്നവർ അല്ലാത്തവർ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ അല്ലാത്തവർ. ഞാൻ ഈ ഉമ്മത്തിനെ കുറിച്ചാണ് എൻ്റെ ആശങ്ക. നമ്മുടെ ഹബീബി പറഞ്ഞതൊക്കെ അരുത് എന്ന് പറഞ്ഞത് എനിക്കത് തന്നെ മതി എന്ന് ശാഠ്യം പിടിക്കുന്ന പോലെ നമ്മുടെ സംസ്കാരത്തോട് നമ്മൾ അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളോട് അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി ഹില്ലുൽ ലിഇനാഥിഹിം. പടച്ചതമ്പുരാൻ വെച്ച ഒരു നിയമ സംവിധാനമുണ്ട് ഇവിടെ. ആ നിയമ സംവിധാനം നീതിയുടേതാണ്, പരമമായ അള്ളാഹുവിൻ്റെ നീതിയുടേതാണ് നമ്മുടെ നിയമങ്ങളെല്ലാം. ഏത് രാജ്യത്തിൻ്റെയും നിയമങ്ങളുണ്ടാവട്ടെ, ഏത് സമൂഹത്തിൻ്റെയും സംസ്കാരങ്ങളും ട്രഡീഷനുകളും ഉണ്ടായിക്കോട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന് പടച്ചതമ്പുരാനോടുള്ള വിധേയത്വം കാണിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആർക്കും ശല്യമില്ലാതെ, ഒരാളെയും ഉപദ്രവിക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ അന്തസ്സുള്ള ഒരു മുഅ്മിനായി ജീവിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെയുള്ളത്? ഈ ദീനിന്റെ ശർഅ എത്രത്തോളം മനോഹരമാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുകയാണ്. മനുഷ്യരിൽ ബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മനുഷ്യരാണ് ആദം നബിയുടെ മക്കള്. ആദം നബിയുടെ മുമ്പ് ഇവിടെ മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ആളുകൾ ജീവിച്ചിരുന്നിരിക്കാം. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടാൽ മനുഷ്യൻ നിന്ന് നിവർന്ന് മനുഷ്യർ നടക്കുന്ന പോലെ 2 കാലിൽ നടന്നിട്ടുള്ള ജീവികൾ മനുഷ്യർ തന്നെ. എന്നാൽ ബുദ്ധിയോ സവിശേഷ കഴിവുകളോ ഇല്ലാതിരുന്ന സ്പീഷീസുകൾ ആദം നബിയുടെ മുമ്പ് ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയിട്ടുണ്ടായിരിക്കാം. ചില ഫോസിലുകളൊക്കെ 2 ലക്ഷം കൊല്ലം മുമ്പ്, 68,000 വർഷങ്ങൾക്ക് മുമ്പ്, 4 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുമ്പോ ആദം നബിയുടെ മക്കളെ കുറിച്ചല്ല പറയുന്നത്. ആദം നബിയുടെ മക്കൾ ഒരു 10,000-20,000 കൊല്ലത്തിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. അഖലുള്ള, തമ്മീസുള്ള, സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ ഖിലാഫത്തിന്റെ പട്ടം കിട്ടി അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആ മനുഷ്യൻ, അത് ആദം നബിയുടെ മക്കളാണ്. അവരെയാണ് അള്ളാഹു യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നത്. എനിക്ക് വിധേയത്വം കാണിക്കാൻ സ്വയം അള്ളാഹുവിനോട് വാക്കുകൊടുത്തവരെ, യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും, BC 5000-ലോ 10,000-ലോ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുൻഗാമികളും, വആഖിറക്കും 21-ാം നൂറ്റാണ്ടിലോ 25-ാം നൂറ്റാണ്ടിലോ ഇനി 35-ാം നൂറ്റാണ്ടിലോ വരാൻ പോകുന്നവരും, സങ്കല്പിക്കുക. വഇൻസകും വജിന്നകും
നിങ്ങളിലെ മനുഷ്യരും നിങ്ങൾ കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ജിന്നുകളും മനുഷ്യരും എല്ലാവരും ലോകത്തങ്ങട്ട് നന്നായി എന്നങ്ങ് വിചാരിക്കുക. കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ ഹൃദയം പോലെ എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും എല്ലാ പിശാചുക്കളും അങ്ങ് നന്നായി എന്ന് വിചാരിക്കുക. മാ സാദ ദാലിക ഫീ മുൽകി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒരിഞ്ച് പോലും എൻ്റെ അധികാരത്തിന് പവർ കൂട്ടാൻ ഇതൊന്നും എന്നെ സഹായിക്കുന്നില്ല. നിങ്ങൾ നന്നായി എന്ന് വിചാരിച്ച് എൻ്റെ അധികാരത്തിന് ഒരു വമ്പ് കൂടുക, അങ്ങനൊന്നുമില്ല. നിങ്ങളെല്ലാവരും അങ്ങ് മോശമായി എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ മലക്കൂച്ചിനും പടച്ചവന്റെ അധികാരത്തിനും അള്ളാഹുവിൻ്റെ മുൽക്കിനും മിൽക്കിനും എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതുമില്ല. പടച്ചതമ്പുരാൻ പറയാണ്, അല്ലാഹ് യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വആഖിറക്കും, നിങ്ങളിൽ മുമ്പേ കഴിഞ്ഞവർ ഇനി പിറകിൽ വരാനിരിക്കുന്നവർ, വഇൻസകും വജിന്നകും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി, എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് ചേർന്ന് എന്നോട് അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചു എന്നിരിക്കട്ടെ. ഫഅതൈതു കുല്ല വാഹിദിൻ മിൻഹും മസ്അലതഹു, ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എത്രയാണെന്ന് ചോദിച്ചപ്പം മുഴുവൻ ഞാനങ്ങ് നൽകി എന്നിരിക്കട്ടെ. ഓരോ പെണ്ണിനോട് ചോദിച്ചു, എനിക്ക് എത്ര ആഭരണം വേണം. അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് വലിയ ജ്വല്ലറൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിൽ മുഴുവൻ കണ്ട് എടുത്തോളൂ എന്നൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. എത്രയാ സ്ഥലം വേണ്ടത്? അപ്പോൾ കണ്ണെത്താ ദൂരത്തേക്കുള്ള ഏക്കറുകൾ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടമൊക്കെ ആയിക്കോട്ടെ, മനുഷ്യൻ പറയും. പൈസ എത്രയാ വേണ്ടത്? അതും പറയും. മനുഷ്യൻ അൺലിമിറ്റഡാണ്. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ മണം നമ്മുടെ വാപ്പ വല്ലിപ്പ ആദം നബി അവിടെ കയറിയിറങ്ങി പോന്നതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്തകളിൽ ചെറുതായിട്ട് അനന്തതയെ സൂചിപ്പിക്കുന്ന ചിന്തകൾ കടന്നു വരുന്നതാണ്. അത് സ്വർഗത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഭൂമിയിലേക്ക് എത്തിയാലും ആ ഒരു ചെറിയ ചെറിയ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മനുഷ്യരിൽ കണ്ടുവരുന്നതാണ്.